എല്ലാരും വന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് നിർത്തിയത് ലെവൽ 2 വരെ ആയിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ലെവൽ 6 വരെ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ടാണ് തന്നത്. അത് എല്ലാവരും ചെയ്തെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറെ പേര് എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. So, ഇനിയും അയക്കാനുള്ളവർ അയക്കുക. സോ അപ്പൊ നമ്മൾ ഇന്ന് ലെവൽ 6 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിന്ന് ലെവൽ 7 തൊട്ടായിരിക്കും ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ലെവൽ 6 വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ലെവൽ 7 ചെയ്യുന്നതാണ്. നമ്മൾ ലെവൽ 7 ടു 8 ആണ് ചെയ്യുന്നത്. ഇവിടെ എന്താ നമുക്ക് ഗോളായിട്ട് പറഞ്ഞേക്കുന്ന എന്താ പറഞ്ഞേക്കുന്ന അവിടെ പറഞ്ഞേക്കുന്ന ഗോൾ എന്താ പറഞ്ഞേക്കുന്ന അവിടെ? നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാല് പാസ്വേഡ് എന്താ? പാസ്വേഡ് നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് എന്താ? അവിടെ എവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന data.txt എന്ന ഫയലാണ് പാസ്വേഡ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പക്ഷെ എന്താ കുറെ ആയിരക്കണക്കിന് ലൈൻസ് ഉള്ള ഒരു ഫയലാണ്. എന്താ ഇത് ഒരു വേർഡും കൂടെ ഒരു ക്ലൂ കൂടെ തന്നിട്ടുണ്ട്. എന്താ മില്യൺ മില്യൺത് എന്നും പറഞ്ഞൊരു വേർഡും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പാസ്വേഡ് എന്താ മില്യൺത് എന്ന വേർഡിന്റെ അടുത്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് ഒരു ലൈബ്രറിയുടെ കേസിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. അപ്പൊ എന്താ ഒരു ലൈബ്രറിയിൽ 10,000 പേജുള്ള പുസ്തകം ഉണ്ടെന്ന് കരുതി. അപ്പൊ അതിലെന്താ സൈബർ സെക്യൂരിറ്റി എന്നൊരു വാക്ക് എവിടെയുണ്ട് അത് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമുക്ക് അതിന് ഒരു വഴി എന്താ? നമ്മൾ പേജ് 1 മുതൽ 10,000 വരെ വായിക്കും. ഇല്ല, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സെർച്ച് അല്ലേ ചെയ്യാം. നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ സെർച്ചിങ് ടൂൾ വെച്ച് സെർച്ച് ചെയ്യും. സോ അതിനായിട്ട് നമ്മൾ ഗ്രപ്പ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, സെവന്റെ പാസ്വേഡ് നിങ്ങളിത് ഇതുപോലെ പാസ്വേഡ് ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചെയ്യുന്ന സമയം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. സോ അങ്ങനെ ചെയ്ത് പോവുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ട? നമ്മൾ എൽ എസ് അടിക്കുന്നു. ചില ഫയൽസ് നോക്കുന്നു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് data.txt എന്ന് പറഞ്ഞിട്ട് ഫയൽ വന്നു. അത് നമുക്ക് വായിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ നോക്കുന്നു. ക്യാറ്റ് വെച്ചിട്ട് ക്യാറ്റ് data.txt കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഫയൽസ് ആണ് ഇവിടെ വരുന്നത്.
ഇവിടെ ഇഷ്ടംപോലെ ഫയൽസ് ലോഡ് ആവുന്നുണ്ട്. എന്താ ചെയ്യാ, ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡ് ആവും. ഞാൻ ജസ്റ്റ് അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. സോ അപ്പൊ നമുക്ക് ഗ്രെപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രെപ്പ് എന്താണെന്നറിയോ? ഗ്രെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ റെഗുലർ എക്സ്പ്രഷൻ പ്രിന്റ് എന്നാണ്. പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്താ ഇത്ര മാത്രം നമ്മൾ ഓർത്താൽ മതി. ഗ്രെപ്പ് സെർച്ചിങ് ടൂൾ. ഗ്രെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സെർച്ചിങ് ടൂൾ എന്നാണ്. ഗ്രെപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഗ്രെപ്പ് വേർഡ് ഫയൽ നെയിം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇത് പറഞ്ഞ എങ്ങനെ ഇങ്ങനെയാണ് സിന്റാക്സ്. ഗ്രെപ്പ് വേർഡ് എന്താണോ ആ വേർഡ്, ഇവിടെ ഫയൽ നെയിം. ഇപ്പൊ നമ്മുടെ വേർഡ് എന്താ, മില്യൺ എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് നമ്മുടെ ഫയൽ നെയിം data.txt. അപ്പൊ നമ്മൾ അവിടെ എൻ്റർ അടിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ പാസ്വേഡ് വന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പാസ്വേഡ് കിട്ടി. ഇനിയിപ്പോ പാസ്വേഡ് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എന്താ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തു. അടുത്ത നമുക്ക് ലെവൽ 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ലെവൽ 9 നമുക്ക് ഈ സെയിം പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ എന്താ എക്സിറ്റ് അടിക്കണം. എക്സിറ്റ് അടിച്ച് നമ്മൾ ബാക്ക് പോയി. സോ അതിനുശേഷം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ലോഗൗട്ട് ആയി. സോ ബാക്ക് വന്ന് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാസ്വേഡ് അടിച്ചു. 11.7 പാസ്വേഡ് എടുത്തു, അടിച്ചു. സോറി, ലെവൽ 7 അല്ല, നമുക്ക് ലെവൽ 8 ആണ്. ഓക്കെ, അത് നമ്മൾ ഇവിടെ ജസ്റ്റ് എന്താ ലെവൽ 8 കൊടുത്തു, എൻ്റർ അടിച്ചു. എന്റെ പാസ്വേഡ് അടിച്ചു. ഓക്കെ, ഇനി അത് നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, ഓക്കെ, നമ്മൾ നേരത്തതിന് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ, നമുക്ക് ഇവിടെ നമ്മൾ ഗ്രെപ്പ് കൊടുത്തു. ഗ്രെപ്പ് എന്താന്നുള്ള പറഞ്ഞ സെർച്ചിങ് പ്രോഗ്രാം ആണ്. ഓക്കെ, മില്യൺ എന്ന് പറയുന്നത് എന്താ സെർച്ച് ചെയ്യേണ്ട വേർഡാണ്. സെർച്ച് എന്താ ഈ data.txt എന്ന് പറയുന്ന സെർച്ച് ചെയ്യേണ്ട ഫയലാണ്. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താ മില്യൺ എന്ന് പറഞ്ഞു വന്നിട്ട് പാസ്വേഡ് കൂടെ വന്നു. ഇപ്പൊ എന്താ മില്യൺത്തിന് ശേഷം വരുന്ന വാല്യൂ ആണ് എന്താ അടുത്ത ലെവലിന്റെ പാസ്വേഡ്. അതാണ് അവിടെ നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രെപ്പ് എന്താ അവിടെ, ഗ്രെപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അവിടെ? ഗ്രെപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ data.txt ഫയലിന്റെ അകത്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഓരോ ലെവൽസ് 11, 4, 5, 8, 9, 4589 അങ്ങനെ അങ്ങനെ ഓരോന്നും നോക്കി എന്താ ലെവൽ മില്യൺ എന്ന് പറഞ്ഞു വന്നിട്ട് അതിന്റെ പാസ്വേഡ് ആ ഫയലിൽ നോക്കുന്നു. സോ അത് നമുക്ക് എന്താ പ്രിന്റ് ചെയ്ത് ആ ലൈൻ നമുക്ക് തരുന്നു. ഓക്കെ, എന്താ ഗ്രെപ്പ് വെച്ചിട്ട് നമ്മൾ എന്താ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് മാച്ച് ചെയ്യുന്ന ഫയല് ഉള്ള ലൈൻ ഏതാണ് ആ ലൈൻ മാത്രം എന്താ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. അതാണ് നമ്മളിവിടെ ചെയ്തെന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ പാറ്റേൺ എന്താ, അപ്പൊ പാറ്റേൺ നോക്കിയിട്ടാണ്. അപ്പൊ പാറ്റേൺ എന്താ, പാറ്റേൺ എന്ന് പറഞ്ഞത് സെർച്ച് ചെയ്യാനുള്ള ഒരു രൂപമാണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എന്താ ഒരു എറർ എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രെപ്പ് എറർ കൊടുക്കുക. അപ്പൊ എന്താ എററുള്ള എല്ലാ ഫയൽസും എന്താ കാണിക്കും. ഓക്കെ, ഓക്കെ, ഇപ്പൊ അത്ര അത് ഓക്കെ അല്ലേ? ക്യാറ്റിനെക്കാട്ടി ഫാസ്റ്റ് ആണ് ഗ്രെപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്യാറ്റ് നമുക്ക് എന്താ എല്ലാം നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. പക്ഷെ ഗ്രെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നമുക്ക് ഓൺലി മാച്ചിങ് ലൈൻസ് മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്താ അതുകൊണ്ട് വലിയ ലോക്ക് ഫയൽസ് ഒക്കെ സെർച്ച് ചെയ്യാനായിട്ട് ഇത് 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 ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ വേഗത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ലെവൽ 8 പോകാം. ഓക്കെ അല്ലേ? 8 പോകുമ്പോൾ നമുക്ക് ഇവിടെ എന്താ നമ്മുടെ എന്താണ് ലെവലിന്റെ ഗോൾ എന്നുള്ളത് നോക്കണ്ടേ? എന്താ അതിന്റെ ഗോള് പറഞ്ഞിരുന്നു? പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ
The password for the next level is stored in the file data.txt and is the only line of text that occurs only once. Okay. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ലിനക്സിലെ ടെക്സ്റ്റ് പ്രോസസ്സിംഗ് എന്ന വലിയൊരു ഇതുണ്ട്. അതിന്റെ എന്താ ഒരു ജസ്റ്റ് ഒരു എൻട്രി ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ലെവലിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്ന സോർട്ട്, യുണീക്ക്, പൈപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇതിന്റെ ഒക്കെ കോമ്പിനേഷൻ ആണ്. ഓക്കെ. നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ data.txt എന്ന ഫയലിൽ എന്താ ആയിരക്കണക്കിന് ലൈൻസ് ഉണ്ട്. അപ്പൊ അതിൽ എന്താ പല ലൈൻസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരേ ഒരു ലൈൻ മാത്രം എന്താ ഒരിക്കല് യുണീക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ലൈൻ അടുത്ത ലെവലിന്റെ പാസ്വേഡാണ്. ഓക്കെ. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഒരു സ്റ്റോറി കേസ് പറയാം. ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു 10-40 പിള്ളേരുണ്ടെന്ന് വെച്ചു. അപ്പൊ അറ്റൻഡൻസ് വരുമ്പോൾ ഇപ്പം ആദിൽ, രാഹുൽ, അർജുൻ, അതുപോലെ തന്നെ കുറെ പേരുടെ പേരുണ്ടാവും. സോ ഇപ്പം സെയിം പേര് തന്നെ ചിലപ്പോ എന്താ കുറെ വട്ടം ഒരു പേരിൽ തന്നെ ചിലപ്പം 3, 4, 5 പേരൊക്കെ ഉണ്ടാകാം. സോ അപ്പൊ അങ്ങനെ ഇതിന്റെ അകത്ത് ചിലപ്പോ ഒരാൾ മാത്രം അതിന്റെ അകത്ത് എന്താ ഇപ്പം യുണീക്ക് ആയിട്ട് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആ സെയിം പേരിൽ വേറെ ആളില്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പൊ എന്താ ടീച്ചറെ ചോദിക്കുക ഇപ്പൊ ഇപ്പം ഒറ്റ ഒരാൾ മാത്രം ഇന്ന പേരിൽ ഇപ്പം അനു അല്ലെങ്കിൽ ഇപ്പം അർജുൻ ഇപ്പൊ അങ്ങനെ ഇപ്പൊ അനു എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചു. അപ്പൊ അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആരാണ്? അപ്പൊ അത് ആരാണെന്ന് വെച്ചാൽ എന്താ നമുക്ക് അവിടെ എണ്ണിക്കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. വെച്ചാ അതെന്താ ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റും ഇന്ന ആളാണെന്ന്. ഓക്കെ. അപ്പൊ അതുപോലെ എന്താ കമ്പ്യൂട്ടറിനോട് നമ്മൾ എന്താ ചെയ്യാൻ പറയും, എന്താ ലിനക്സ് അതുപോലെ തന്നെ ലിനക്സിലാണ് എന്താ ഈ സോർട്ടും യുണീക്കും. ഓക്കെ. ഓക്കെ. നമുക്ക് അപ്പം ചെയ്യാം. ഓക്കെ. നമ്മളപ്പോ ഇവിടെ LS അടിക്കുക. ഇവിടെ ലോഗിൻ ചെയ്യുവാണ്. ഓക്കെ. നമ്മളിവിടെ LS അടിക്കുന്നു. സോ അപ്പൊ നമുക്ക് ഇവിടെ data.txt കിട്ടി. അപ്പൊ നമ്മളെന്താ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ cat data.txt ആണ് ചെയ്യേണ്ടത്. അല്ല, അവിടെ അത് ചെയ്യണ്ട. കാരണം എന്താ ഫയല് ഭയങ്കര വലിയ വലിയ ഫയലാണ്. അപ്പൊ ആദ്യം നമ്മൾ സോർട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സോർട്ട് എന്താന്ന് പഠിക്കണം. എന്താ സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ലൈൻസ് ആൽഫബറ്റിക് ഓർഡറിൽ എന്താ അറേഞ്ച് ചെയ്യുന്നതാണ് സോർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഒരു ഫ്രൂട്ട്സിന്റെ ഫയൽ ഇപ്പൊ ഓറഞ്ച്, ആപ്പിള്, ബനാന അങ്ങനെ പറഞ്ഞാന്ന് വെച്ചു. അപ്പൊ നമ്മൾ സോർട്ട് കമാൻഡ് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ ആ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ അതെന്താ ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ. അതാണ് സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. എന്തുകൊണ്ട് നമ്മൾ സോർട്ട് ഇവിടെ യൂസ് ചെയ്യണത്? എന്തുകൊണ്ടാണ് സോർട്ട് വേണ്ടത്? അതെന്താ കാരണം എന്താ യുണീക്ക് ആയിട്ടുള്ള കമാൻഡ് എന്താ ഒരു ഒരു പ്രധാനമായിട്ടുള്ള ഒരു റൂള് ഫോളോ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താ അവിടെ അഡ്ജസന്റ് എന്ന് വെച്ചാൽ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എന്താ തൊട്ടടുത്തുള്ള എന്താ ഡ്യൂപ്ലിക്കേറ്റ് ലൈൻസ് മാത്രം എന്താ ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ് ആപ്പിള്, ബനാന, ആപ്പിൾ. ഇപ്പൊ ഇങ്ങനെയാന്ന് വെച്ചു. ഇപ്പൊ എന്താ ഇവിടെ ഈ ഒരു ഇതിൽ 2 ആപ്പിൾ ഉണ്ട്. പക്ഷെ എന്താ ഇതിൽ ബനാനയും ഉണ്ട്. അപ്പൊ എന്താ അത് യുണീക്കാണ്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതെന്താ ഈ യുണീക്ക് എന്താ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കത്തില്ല. ഓക്കെ. അപ്പൊ എന്താ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്താലേ ആപ്പിൾ ബനാന അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ എന്താ അവിടെ യുണീക്ക് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയും. ഓക്കെ. ഓക്കെ. യുണീക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള മനസ്സിലായല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിപ്പോ എന്താ ആദ്യമേ ഇപ്പം നമുക്ക് ആപ്പിള്, ബനാന, ഓറഞ്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുണീക്ക് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആപ്പിള്, ബനാന, ഓറഞ്ച് എന്നാക്കി തരുന്നു. ഓക്കെ. ഡ്യൂപ്ലിക്കേഷൻ അവിടെ റിമൂവ് ചെയ്യും. നമുക്ക് വേണ്ട എന്താ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് അല്ല, പക്ഷെ എന്താ ഒരിക്കൽ മാത്രം വന്ന ലൈൻ നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? -u യൂസ് ചെയ്യും. ഓക്കെ. -u എന്ന് പറഞ്ഞാൽ യുണീക്ക് ഉള്ളതാണ്.
ഇവിടെ നമ്മുടെ കമാൻഡ് എന്ന് പറഞ്ഞാൽ സോറി നമ്മുടെ കമാൻഡ് എന്ന് പറഞ്ഞാൽ സോർട്ട് ഡാറ്റ ടി എക്സ് സി യുണീക്ക് മൈനസ് യു ആണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കൊടുത്തത് എന്താ സോർട്ട് ഡാറ്റ ടു ടി എക്സ് സി എന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ എന്താ ഫയല് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യും. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് എന്താ അതിന്റെ ഔട്ട്പുട്ട് പൈപ്പ് യുണീക്ക്. ഓക്കെ, എന്താ ഒരിക്കലും മാത്രം വരുന്ന ലൈന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ അല്ലേ? ഈ പറഞ്ഞ ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? സോറി കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ ഇതിൻ്റെ അകത്തുള്ള ഇത് കഴിഞ്ഞു. അപ്പൊ നമ്മളിവിടെ യുണീക്ക് ഡോട്ട് യു ആണ് യൂസ് ചെയ്തത്. അപ്പൊ യുണീക്ക് എന്തിനാ യുണീക്ക് മൈനസ് യു എന്തിനാ യൂസ് ചെയ്യണം? അപ്പൊ നമുക്ക് എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? എന്തിനാ ഒരിക്കൽ മാത്രം വരുന്ന ലൈൻ എന്താ പ്രിന്റ് ചെയ്യാനായിട്ടാണ് യുണീക്ക് മൈനസ് യു യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇവിടെ ഇത് എക്സിറ്റ് അടിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് മാനുവത്തിലേക്ക് പോകണം. സോ ഇവിടെ നമ്മളിപ്പോ ഏതാ ചെയ്ത അടുത്ത നമുക്ക് ചെയ്യാനുള്ള ഇതാണ്. ഇപ്പം ഇത് ഇവിടെ എന്താ നമ്മുടെ ഗോൾ എന്താ ഡാറ്റ ഡോട്ട് ടി എക്സ് സിക്കകത്ത് എന്താ അവിടെ പറഞ്ഞേക്കുന്ന കോമൺ റീഡബിൾ ആയിട്ടുള്ള ഈ ലെവലിൽ നമ്മൾ എന്താ ബൈനറി സ്ട്രിങ് ബൈനറി ഫയൽസ് എന്താണെന്ന് സ്ട്രിങ് കമാൻഡ് എന്താണെന്നൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. ഓക്കെ ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സി ടി എഫ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സി ടി എഫിനൊക്കെ കോമ്പറ്റീഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സി ടി എഫിന് ആവശ്യം വരും. അല്ലെങ്കിൽ നിങ്ങൾ സി ടി എഫ് പ്രാക്ടീസ് ചെയ്യുന്ന അതുപോലെ തന്നെ അതിന് മാത്രമല്ല മാൽവെയർ അനാലിസിസ് ഉണ്ട്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡിജിറ്റൽ ഫോറൻസിക് ഉണ്ട്. ഇവിടെയൊക്കെ എന്താ ഇത് മെയിൻ ആയിട്ട് ആവശ്യമുള്ള ഒരു സ്കില്ലാണ് എന്താ ഈ സ്ട്രിംഗ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് വെച്ചാൽ ബൈനറി ഫയൽസ് എന്താണ് കണ്ടെത്തുക. ഓക്കെ, നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡാറ്റ ഡോട്ട് ടി എക്സ് സിക്കകത്ത് എന്ന ഫയലിൽ ഒരു പാസ്വേഡ് ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊരു ബൈനറി ഫയലാണ്. ഓക്കെ അല്ലേ? അതൊരു ബൈനറി ഫയലാണ്. അപ്പൊ അതിനൊരു ക്ലൂ നമുക്ക് തന്നെന്ന് വെച്ചാൽ പാസ്വേഡ് ഒരു ഹ്യൂമൻ റീഡബിൾ സ്ട്രിംഗ് ആണ്. അപ്പൊ അതിന് മുമ്പ് എന്താ കുറച്ചെന്താ ഈക്വൽ ടു ക്യാരക്ടർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു സ്റ്റോറി ആയിട്ട് പറയാം. എന്താ ഒരു കടൽ തീരത്ത് ഒരു ട്രഷർ അന്വേഷിക്കുകയാണെന്ന് കഴിയുക. ഓക്കെ, അപ്പൊ എന്താ ഒരു മുഴുവൻ മണൽ കുഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ മാപ്പിൽ ഒരു ക്ലൂ ഉണ്ട്. ഇപ്പൊ ട്രഷറിന്റെ മുമ്പിൽ 3 വലിയ കല്ലുകളുണ്ട് എന്നാണ് നമുക്ക് ക്ലൂ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആ കല്ലുകൾ അന്വേഷിക്കും. ഓക്കെ, അപ്പൊ ലിനക്സ് അതുപോലെ തന്നെ ലിനക്സിൽ ട്രഷർ എന്ന് പറയുന്നതാണ് ആ പാസ്വേഡ്. അപ്പൊ അതിന്റെ ഈ വലിയ കല്ലുകൾ എന്ന് പറയുന്നത് ഈ ഈക്വൽ ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെർച്ചിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ഗ്രെപ്പ്. ഓക്കെ, പക്ഷെ ആദ്യം മണലിൽ നിന്നല്ലേ മണ്ണിൽ നിന്ന് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉപയോഗപ്രദമായ വസ്തുവായിട്ട് ഇത് വേർതിരിക്കണം. ഓക്കെ, അതിനായിട്ടാണ് അവിടെ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബാൻഡ്വിഡ്ത്ത് 9 എടുക്കുന്നു. സോ പാസ്വേഡ് ഓക്കെ, അപ്പൊ നമ്മളത് ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് നമ്മൾ LS അടിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് PW കൂടെ അടിക്കുവാണ് ഫ്രണ്ട് വർക്കിംഗ് ഡയറക്ടറി നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ ക്യാറ്റ് ഡേറ്റ ഡോട്ട് ടി എക്സ് യൂസ് ചെയ്യണം. അവിടെ വേണ്ട, കാര്യം ഇതൊരു ബൈനറി ഡേറ്റ ആണ്. എന്താ ടെർമിനലില് ഗാർബേജ് ക്യാരക്ടേഴ്സ് വരാനുള്ള ചാൻസ് ഉള്ളു, അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. ബൈനറി എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ബൈനറി എന്താ? ബൈനറി ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിന് എന്താ എല്ലാത്തിനും ഒടുവിൽ എന്താ 0 1 ഒക്കെ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 0 1 0 0 1 0 1 0 0 അങ്ങനെയൊക്കെ. ഇതെന്താ മനുഷ്യന് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, പക്ഷെ കമ്പ്യൂട്ടർ എന്താ ഇത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്താ അത് ബൈനറി ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടല്ലേ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു ടെക്സ്റ്റ് ഫയൽ കൊടുക്കുകയാണ്, ഇപ്പൊ ഹലോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത്. ഇത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫയലാണ്, പക്ഷെ ഇത് ഹ്യൂമൻ റീഡബിൾ ആണ്. പക്ഷെ എന്താ അത് കമ്പ്യൂട്ടേഴ്സിന് അത് വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താ അത് ബൈനറിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ ബൈനറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം എന്താ മനുഷ്യർക്ക് വായിക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് സ്ട്രിങ് കമാൻഡ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. വെച്ചാൽ ബൈനറിയിൽ എന്നിട്ട് എന്താ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ടെക്സ്റ്റില് മാത്രം എന്താ അത് പുറത്തെടുക്കുന്നതിനാണ് സ്ട്രിങ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റോറി പറയാം. ഇപ്പൊ നമുക്ക് ഒരു അരിച്ചാക്കിന്റെ അകത്ത് ചെറിയ എന്താ സ്വർണ്ണ നാണയങ്ങൾ എന്താ അതിന്റെ തൊണ്ടെന്ന് വെച്ചു അതിന്റെ അടുത്ത് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ എന്താ അവളോട് ചെയ്യുക? ഒരു അരിപ്പ് വെച്ചിട്ട് അവിടെ ഒരു അരിപ്പ് ഉപയോഗിക്കും. വെച്ചാൽ റൈസ് ഗോൾഡും കൂടെ എന്താ നമ്മൾ അരിപ്പ് വെച്ചിട്ട് മാറ്റാൻ നോക്കും അല്ലേ? അതുപോലെ തന്നെ എന്താ അതുപോലെയാണ് എന്താ സ്ട്രിങ് വെച്ചിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, ഓക്കെ. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നങ്ങളുണ്ട്. പാസ്വേഡ് നമ്മൾ എങ്ങനെ കണ്ടെത്തി ചോദിച്ചിട്ട്, പക്ഷെ ക്ലൂവില് പറയുന്നത് എന്താ പാസ്വേഡിന് മുമ്പ് ഈക്വൽ ടു ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആദ്യമേ അവിടെ നമുക്ക് ഗ്രപ്പും കൂടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അത് എങ്ങനെയായി വരുന്നു? അത് വരുന്നത് ഇങ്ങനെയായി, സ്ട്രിങ് ഫയൽ നെയിം എന്നിട്ട് ഗ്രപ്പ് പറഞ്ഞേക്കുന്നു. ഓക്കെ, എന്താ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു വെച്ചിട്ടാണെന്നെങ്കിൽ എങ്ങനെ ആക്കി ഇത് വരുന്നത്? എന്റെ പാസ്വേഡ് ഏതായി? ഇത്ര സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാസ്വേഡ് ഏതാ? ഈ ലാസ്റ്റ് ലൈനുള്ളതല്ലേ പാസ്വേഡ് കിട്ടിയത് അല്ലേ? പറയുന്ന മനസ്സിലാവുന്നില്ലേ? നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയേക്കുന്നത് എന്ത് വെച്ചിട്ടാ? 6. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എന്താ അടുത്ത ലെവലിന്റെ പാസ്വേഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് എടുക്കുന്നു. ലെവൽ 10ന്റെ പാസ്വേഡ് ആണ്. അത് 10 ഇവിടെ നമുക്ക് ഈ പാസ്വേഡ് കിട്ടിയേക്കുന്ന 6 എന്താ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട. എന്താ ഇതിന് രണ്ടായിട്ട് നമുക്ക് കാണുമെന്നുണ്ടെങ്കിൽ എന്താ ഈ 6 ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ ഇത് ബൈനറിയിൽ ഉണ്ടായിരുന്ന റാഡർ റീഡബിൾ സ്ട്രിങ് ആണ്. ഓക്കെ, അതിന് ശേഷമായിട്ടാണ് നമ്മുടെ എന്താ കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എന്തിനാ ഈ ഗ്രപ്പ് ഡബിൾ ഇൻവേഴ്സ് കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തത്? അവിടെ എന്തിനാ അങ്ങനെ കൊടുത്ത? ക്ലൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പാസ്വേഡ് ഈസ് പ്രിസീഡഡ് ബൈ സെവറൽ ഈക്വൽ ടു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ എന്താ മുമ്പിൽ വരുന്നെന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ അതായത് എന്താ ഈക്വൽ ടു പാസ്വേഡ്. അപ്പം ഇതുപോലെ പാറ്റേൺ കണ്ടെത്തണം. അതുകൊണ്ട് നമ്മൾ എന്താ ഈ ഗ്രപ്പ് യൂസ് ചെയ്തത്. ഓക്കെ, ഈ ഗ്രപ്പ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമുക്ക് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ച് ലോഗൗട്ടായി. ഇപ്പൊ നമുക്ക് അടുത്ത എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത ടാസ്ക് എന്താണെന്നുള്ളത് നോക്കാം.
അടുത്ത് നമ്മൾ ലെവൽ 10 ആണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് data.txt എന്താ contains base64 encoded data. നമ്മള് ഇപ്പൊ 6 ലെവൽ 6 വരെ ലെവൽ 2 ശേഷം ലെവൽ 2 3 തൊട്ടിട്ട് 6 വരെ ചെയ്യാൻ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ആക്കാത്ത എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. നിങ്ങൾ ഇതിന്റെ ഡോക്യുമെന്റേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോന്നും ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ അതെല്ലാം കൂടെ ഒരു ഡോക്യുമെന്റ് ഫയലായിട്ട് PDF ആയിട്ടോ അയച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ 12 വരെയാണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 12 വരെ നമ്മൾ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തരും. ഓക്കെ. നിങ്ങൾ ചെയ്തിട്ട് നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് എനിക്ക് അയക്കണം. ഓക്കെ. ഓക്കെ. ഈ ഇതിൻ്റെ അത് എന്താ പറയുന്നത്? നമ്മളിപ്പം ലെവൽ 12 വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. സോ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെവൽ 36 വരെ 34 വരെ അതുവരെ മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ബേസ് നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഓക്കെ. ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻകോഡിങ് അല്ലെ എൻക്രിപ്ഷൻ. ഓക്കെ. അതാണ് നമ്മൾ അടുത്ത ഈ ഒരു ലെവലിൽ നമുക്ക് അത് ബേസിഡ് ആക്കി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ data.txt നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ data.txt-ലുള്ള പാസ്വേഡ് എന്താ base64 എന്താ എൻകോഡഡ് ആണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ജോലി എന്താ base64 ഡേറ്റ തിരിച്ചറിയണം. അതുപോലെ തന്നെ എന്താ ഡേറ്റ ഡീകോഡ് ചെയ്യണം. യഥാർത്ഥ പാസ്വേഡ് കണ്ടെത്തണം. ഓക്കെ. ഇപ്പം നമുക്കൊരു സ്റ്റോറി വെച്ചിട്ട് ഇത് പറഞ്ഞാൽ ഒരു കമ്പനി എന്താ കൊറിയർ വഴി ഒരു ഗ്ലാസ് കപ്പ് ഓർഡർ ആക്കുന്നു. ഓക്കെ. എന്താ ഗ്ലാസ് നേരിട്ട് അയച്ചാൽ അത് പൊട്ടാം. അപ്പൊ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ഗ്ലാസ് കപ്പ് അവരെന്താ ഒരു ബോക്സിൽ പാക്ക് ചെയ്യും. എന്താ ഒരു മൊത്തത്തിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് സാധനമൊക്കെ വെച്ച് മൊത്തത്തിൽ സേഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കും. അപ്പൊ റിസീവർ ബോക്സ് തുറക്കുന്ന സമയത്ത് എന്താ ബോക്സ് തുറക്കുന്നു. അപ്പൊ അവിടെ എന്താ ഗ്ലാസ് കപ്പ്. അത് ഗ്ലാസ് മാറിയില്ല, പക്ഷെ പാക്കിങ് മാത്രം എന്താ മാറി. അതുപോലെ എന്താ base64-ലും ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഡേറ്റ മാറത്തില്ല, പക്ഷെ റെപ്രസെന്റേഷൻ മാത്രം അവിടെ ചേഞ്ച് ചെയ്യും. ഓക്കെ. നമുക്ക് ചെയ്യാം. ബാൻഡ്വിഡ്ത്ത് 10 ആണ്. 10 കൊടുത്തു അടിച്ചു പാസ്വേഡ്. ഓക്കെ. നമ്മളെന്താ LS അടിക്കുന്നു, നോക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് data.txt ഔട്ട്പുട്ട് വന്നു. ഇത് നമ്മളെന്താ ഫയല് നോക്കുക. അപ്പൊ നമ്മൾ ക്യാറ്റ് വെച്ചിട്ടൊന്ന് ഫയല് റീഡ് ചെയ്യുവാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു സാധനം വന്നു. പക്ഷെ ഇത് എന്താ വായിക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് അല്ല. പക്ഷെ ഇതെന്താ ഇത് ബൈനറി പോലും അല്ല. ഓക്കെ. ഇത് base64 എൻകോഡഡ് ടെക്സ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ base64 എൻകോഡഡ് ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം? base64 സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ A to Z ക്യാപിറ്റൽ അല്ലെങ്കിൽ A to Z സ്മോൾ അല്ലെ 0 to 9 പ്ലസ് ഈക്വൽ ടു സ്ലാഷ് ഈ ക്യാരക്ടേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവസാനം പലപ്പോഴും ഈക്വൽ ടു അല്ലെങ്കിൽ ഡബിൾ ഈക്വൽ ടു ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ.
ഓക്കെ, ഇത് ഡീകോഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഡീകോഡ് ചെയ്യുക. അപ്പം ഡീകോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, base64 -t data.txt. ഓക്കെ, അത് കൊടുത്തപ്പോൾ നമുക്ക് പാസ്വേഡ് കിട്ടി. നമ്മൾ base64 ഡീകോഡ് ചെയ്യും. അപ്പൊ ഡീകോഡ് ചെയ്യുമ്പോൾ എന്താ, അത് ലിനക്സ് പ്രോഗ്രാം ആണ്. സോ base64 എൻകോഡ് ചെയ്യാനും എന്താ ഡീകോഡ് ചെയ്യാനായിട്ടാണ് base64 യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ -d എന്താ ഈ -d എന്ന് പറഞ്ഞാൽ, -d കൊണ്ട് യൂസ് ചെയ്യുന്ന ഡീകോഡ് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ട് ഫയലിന്റെ പേര് കൊടുത്തു. അപ്പൊ നമുക്ക് പാസ്വേഡ് കിട്ടി. അപ്പൊ നമ്മൾ പാസ്വേഡ് കോപ്പി ചെയ്യും. ഇനി ഇത് ഇങ്ങനല്ല, വേറൊരു വഴിയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവിടെ cat data.txt എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തപ്പോഴും നമ്മൾ ഇങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയതും ഇങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയതും സെയിം തന്നെ അല്ലേ. ഇതാണ് നമ്മുടെ പാസ്വേഡ്. നിങ്ങൾ കോപ്പി ചെയ്ത് സെയിം മെത്തേഡ് ഇവിടെ കൊണ്ടുവരുന്നു. ലെവലിന്റെ പാസ്വേഡാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്തപ്പോ, എൻകോഡഡ് ടെക്സ്റ്റ് base64 അത് ഡീകോഡർ വെച്ചിട്ട് ഡീകോഡ് ചെയ്തിട്ട് ഒറിജിനൽ ബൈറ്റ്സിലേക്ക് ആക്കിയിട്ട് അത് നമ്മൾ സ്ക്രീൻ ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? base64 എങ്ങനെയാ എൻകോഡിങ്, അതിന്റെ എൻകോഡിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഒരു വേർഡ് ഹായ്, ഇപ്പൊ കമ്പ്യൂട്ടർ ആദ്യം എന്താ ASCII ആക്കും. ASCII ആക്കി എന്നുള്ള ഒരു 72 എന്ന് പറയുന്നതും എന്ന് പറയുന്നത് 105 എന്ന് പറയുന്നത്. പക്ഷെ ബൈനറി ആക്കിയിട്ട് അതെന്താ base64 ടേബിളിലേക്ക് ആക്കിയിട്ടാണ് ഔട്ട്പുട്ട് ചെയ്യുക. സോ അത് ഡീകോഡ് ചെയ്താൽ SGK = എന്ന് പറയുന്ന അത് ബൈനറിയിലേക്ക് ആക്കി ASCII ആക്കി, സോ അത് ടെക്സ്റ്റ് ആക്കുന്നു. സോ ഇപ്പൊ എന്താ എൻകോഡിങ് എൻക്രിപ്ഷൻ എന്തായിരിക്കും? എൻകോഡിങ് എന്ന് പറഞ്ഞാൽ ഹലോ കൊടുത്താൽ അത് base64 അതിപ്പം ഒരു STB അങ്ങനെ ഒരു ഫോർമാറ്റിലേക്കാണ്. ഓക്കെ, ഇപ്പൊ എന്താ, അത് ആർക്ക് വേണമെങ്കിലും ഡീകോഡ് ചെയ്യാൻ പറ്റും, നോ സീക്രട്ട്. പക്ഷെ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഹെല്ലോ എന്ന് കൊടുത്താൽ അത് AES ആക്കിയിട്ട് നമുക്ക് ഒട്ടും വായിക്കാൻ പറ്റാത്തൊരു, പക്ഷെ അതൊരു സീക്രട്ട് കീ ആണ്. അവിടെ എന്താ സീക്രട്ട് കീ വേണം. ഓക്കെ, കീ ഇല്ലെന്നുണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹാഷിങ്. ഹാഷിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെലോ കൊടുത്താൽ അത് SHA-256 പോയിട്ട് അവിടെ നിന്ന് അത് വേറൊരു ഫോർമാറ്റിലേക്കാണ്, നമ്പേഴ്സും ആൽഫബറ്റ്സും മിക്സ്ഡ് ആയിട്ടുള്ള. സോ അത് തിരിച്ചെന്താ ഹെലോയിലേക്ക് കിട്ടാൻ പാടില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ലെവലിൽ കൂടെ ചെയ്യാം. ലെവൽ 12 കംപ്ലീറ്റ് ആക്കിയാൽ നമ്മൾ മാനുവൽ ഏകദേശം കംപ്ലീറ്റ് ആവും. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. പറഞ്ഞത് ഓക്കെയാണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വോയിസ് ഓക്കെ അല്ലേ? വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, data.txt പാസ്വേഡ് എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 30 പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ROT30 ഉപയോഗിച്ചിട്ട് എന്താ മാറ്റിയിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ROT30 വെച്ചിട്ട്, പക്ഷെ ROT30 എന്താന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, ഈ റൊട്ടേറ്റഡ് ബൈ 30 എന്നാണ്. അപ്പം ഇതെന്താന്നുള്ളത് മനസ്സിലാക്കുക, അതെന്താ ഡീകോഡ് ചെയ്യുക, യഥാർത്ഥ പാസ്വേഡ് കണ്ടെത്തുക. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, പാസ്വേഡ് എടുക്കണം. പാസ്വേഡ് കോപ്പി ചെയ്യും.
ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ ചെയ്യണ്ട, ഫസ്റ്റ് നമ്മൾ ഫയൽ നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ക്യാറ്റ് വെച്ചിട്ട് അതൊന്ന് റീഡ് ചെയ്യാം. ക്യാറ്റ് വെച്ചിട്ട് നമ്മൾ ഫയൽ നോക്കുകയാണ്. നോക്കിയപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ എന്താ, നേരിട്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ടി ആർ കമാൻഡ് യൂസ് ചെയ്യും. പക്ഷെ ട്രാൻസ്ലേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. ഒരു ക്യാരക്ടർ എന്താ മറ്റൊരു ക്യാരക്ടറിലേക്ക് ആക്കാനായിട്ടാണ് ഈ ടി ആർ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് നമുക്ക് എക്കോ ഹലോ എന്ന് ആണെന്ന് വെച്ചു. സോറി, ഹലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ എക്കോ യൂസ് ചെയ്ത് ഹലോ കൊടുക്കുന്നു. സോ അവിടെ എ ടു ഇസഡിലേക്ക് മാറ്റി അതെന്താ ക്യാപിറ്റൽ നമുക്ക് സ്മോൾ ആക്കി തരും. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് അനുസരിച്ചാണ്. സോഴ്സ് ക്യാരക്ടർ അല്ലേ ഡെസ്റ്റിനേഷൻ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മളിതാ ഇതായി ക്യാറ്റ് ഡേറ്റ ഡോട്ട് ടി എക്സ് ടി ടി ആർ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എൻ്റർ അടിക്കാം. ഇപ്പൊ എന്താ അവിടെ വരുന്നത്? ഓക്കെ, നമുക്ക് അവിടെ പാസ്വേഡ് കിട്ടി. ഓക്കെ, പാസ്വേഡ് കിട്ടി. അപ്പൊ ഇതെങ്ങനെ കിട്ടിയ? അവിടെ ക്യാരക്ടർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തന്നു. ഓക്കെ, എന്റെ സോഴ്സ് എവിടുന്ന എ ടു സെഡ് ക്യാരക്ടർ എ ടു സെഡ് ക്യാരക്ടർ സോറി സ്മോൾ ലെറ്റർ എ ടു സെഡ്. ഓക്കെ, പിന്നെ ഡെസ്റ്റിനേഷൻ ആണ് ഈ എൻ മൈനസ് ഇസഡ് എ മൈനസ് എം, അതുപോലെ തന്നെ എൻ മൈനസ് ഇസഡ് എ മൈനസ് സ്മോൾ ലെറ്റർ എം. വെച്ചാൽ ഇതാണ് എന്താ ആർ ഒ ടി 30 എന്ന് പറയുന്ന മാപ്പിംഗ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിനക്സ് ഇന്റേണൽസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ടി എക്സ് ടി എന്ന് പറയുന്ന ഫയൽ എന്താ ക്യാറ്റ് വെച്ചിട്ട് എൻ എൻകോഡഡ് ടെക്സ്റ്റ് ചെയ്തിട്ട് അതെന്താ ടി ആറിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് വെച്ച് ക്യാരക്ടർ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അത് ഡീകോഡ് പാസ്വേഡ് റീഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, ടി ആർ ഓരോ ക്യാരക്ടറിന് ഇൻഡിവിജ്വൽ ആയിട്ട് മാറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അതും കിട്ടി. അപ്പൊ നമുക്ക് ഈ പാസ്വേഡ് ഒന്ന് കോപ്പി ചെയ്ത് സേവ് സോ നമ്മള് ബാൻഡ്വിഡ്ത്ത് ഉള്ളു നോക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ മിഷൻ എന്താ വരുന്ന ഡേറ്റ ടു ടി എക്സ് എന്ന ഒരു സാധാ ഫയല്. അത് സാധാരണ ടെക്സ്റ്റ് ഫയൽ അല്ല. അതെന്താ അതൊരു ഫയലിന്റെ എക്സാഡംബാണ്. ഓക്കെ, ഓക്കെ, ഹെക്സാഡംബാണ്. പക്ഷെ ആ ഒറിജിനൽ ഫയൽ വീണ്ടും എന്താ കംപ്രസ് ചെയ്തേക്കുവാണ്. ഓക്കെ, നമ്മുടെ ജോലി എന്താ ഹെക്സാഡംപ് ഫയൽ നമ്മൾ ഒറിജിനൽ ബൈനറിലാക്കി കംപ്രസ് ഫയൽ ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, എഗെയിൻ എക്സ്ട്രാക്ട് ചെയ്ത് പിന്നെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നു. പക്ഷെ ഒരു ട്രഷർ ബോക്സ് പോലെ എന്താ ആണിത് കിടക്കുന്നത്. ഓക്കെ, ഒരു ബിഗ് ബോക്സ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഒരു സ്മോൾ ബോക്സ്, പിന്നെ മെറ്റൽ ബോക്സ്, പ്ലാസ്റ്റിക് ബോക്സ്, വുഡൻ ബോക്സ്, പാസ്വേഡ്, ആ ഒരു ഫോർമാറ്റ്. പക്ഷെ ഒരു ബോക്സ് തുടങ്ങാൻ മറ്റൊരു ബോക്സ്, അങ്ങനെ പല 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 ലേയേഴ്സ് ആയിട്ടാണ്. അപ്പൊ അതാണ് ഈ ലെവൽ 2 പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ അടുത്ത ഇതില് നമ്മൾ എന്താ
ടെമ്പ് യൂസ് ചെയ്യുന്നത്. ടെമ്പ് എന്തിനാണ് ബാൻഡ്വിഡ്ത്ത് സെർവറിൽ നമ്മൾ ടെമ്പ് യൂസ് ചെയ്യുന്നത്? ബാൻഡ്വിഡ്ത്ത് സെർവറിൽ നമുക്ക് എന്താ ഹോം ഡയറക്ടറി എന്താ റിട്ടേൺ പെർമിഷൻ നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ടെമ്പ് യൂസ് ചെയ്യും. ഓക്കെ, എന്താ ടെമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തുകൊണ്ട് ഇവിടെ മേക്ക് ടൈം മൈനസ് ടി കൊടുത്താ? വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഞാനൊരു എന്താ സ്ലാഷ് ടെമ്പ് സ്ലാഷ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്, ഇത് സംഭവം ചെയ്തു. ഓക്കെ, സോ മറ്റൊരാൾക്ക് എന്താ സെയിം സംഭവം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്താ കൊളിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടില്ല. അപ്പൊ അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമ്മൾ മേക്ക് ടെമ്പ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താ റാൻഡം സെക്യൂരിറ്റി ഡയറക്ടറി അവിടെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി അതിലേക്ക് പോകണം. പറയുന്നത് ഓക്കെയാണോ? മനസ്സിലാവുന്നുണ്ടോ? എന്റെ വോയിസ് ക്ലിയർ ആണോ? പനിയും ചുമയൊക്കെയാണ്, തൊണ്ടയൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇപ്പൊ സൗണ്ട് ചെറിയ വിഷയമുണ്ട്. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പറയണേ. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുവാണ്. PWD കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ എന്താ ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തു. നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, ഇതുവരെ ചെയ്തു വന്നേക്ക് സിമ്പിൾ ആയിരുന്നു. സോ നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് അതിനനുസരിച്ച് ടഫായിട്ട് വരും കേട്ടോ. നിങ്ങളിനി ഓരോന്നും ചെയ്തു പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ട് വരും. എപ്പോഴും സിമ്പിൾ ആവണമെന്നില്ല, എല്ലാ ലെവൽസും സിമ്പിൾ ആവണമെന്നില്ല. പിന്നെ എക്സാഡെസിമിൽ നമ്മൾ റിവേഴ്സ് ചെയ്യുവാണ്. ഓക്കെ, റിവേഴ്സ് ചെയ്തു. എന്നിട്ട് നോർമൽ മോഡും ഉണ്ട്, റിവേഴ്സ് മോഡും ഉണ്ട്. നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ XSD ഫയലും, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ XSD മൈനസ് ആകുന്നുണ്ട്. നമ്മൾ റിവേഴ്സ് ആണ് അവിടെ ചെയ്തേക്കുന്നത്. പക്ഷേ എക്സാഡെമ്പിന് നമ്മൾ എന്താ ഒറിജിനൽ ബൈനറിയിലേക്ക് മാറ്റി. പിന്നെ നമുക്ക് LS-L കൊടുക്കുക.
സിസ്റ്റം ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട്. അത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതും കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് ഏകദേശം ഈ ടോപ്പിക്ക് കഴിയും. നമ്മൾ ബാൻഡ്വിഡ്ത്ത് കൊണ്ട് തീരും. കിട്ടുമെന്ന് നോക്കുവാണ്. അല്ല സിസ്റ്റം ഹാങ് ആവുന്നുണ്ട്. എനിക്കിത് ഇടയ്ക്ക് ലോഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിത് കംപ്ലീറ്റ് ആക്കും, അല്ലെങ്കിൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. സർ പറഞ്ഞു കേൾക്കാം. ടൈം ആയില്ലേ? ടൈമായി. ഓക്കെ, അവര് വെയിറ്റ് ചെയ്യണ്ട് കേട്ടോ. വൈൻഡപ്പ് ചെയ്തു. എല്ലാവരും ലെഫ്റ്റ് ആക്കി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഈ ലെവൽ 12 ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കണേ. സ്വന്തമായിട്ടൊന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് ChatGPT ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളത് കാണാൻ അത് കിട്ടും. നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കാണാൻ.